ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട ഉപദ്വീപുകളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് അവയെക്കുറിച്ച് വിശദമായി പഠിക്കാം. ലോകത്തിലെ പ്രധാനപ്പെട്ട ഉപദ്വീപുകൾ. ലോകത്തിലെ പ്രധാനപ്പെട്ട ഉപദ്വീപുകൾ. വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. മൂന്ന് വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തെയാണ് നമ്മൾ ഉപദ്വീപ് എന്ന് പറയുന്നത്. നാല് വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടാൽ നമ്മൾ അതിനെ ദ്വീപ് എന്ന് പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ് അറേബ്യൻ ഉപദ്വീപ്. അത് അറേബ്യൻ പെനിസുല. പെനിസുല എന്ന് പറഞ്ഞാൽ ഉപദ്വീപിന്റെ മലയാളമാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യൻ ഉപദ്വീപാണ്. ഏതാണ്? അറേബ്യൻ ഉപദ്വീപ്. ഇനി നമുക്ക് ഇന്ത്യൻ ഉപദ്വീപിന്റെ ഭാഗങ്ങൾ നോക്കാം. ഇന്ത്യൻ ഉപദ്വീപിനെ ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ പെനിസുലാർ പീഠഭൂമി എന്ന് വിളിക്കുന്നു. അപ്പൊ ഇന്ത്യൻ ഉപദ്വീപിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സെൻട്രൽ ഹൈലാൻഡും രണ്ട് ഡെക്കാൻ പീഠഭൂമിയും. ഒന്ന് സെൻട്രൽ ഹൈലാൻഡും രണ്ട് ഡെക്കാൻ പീഠഭൂമിയും. ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ ഉപദ്വീപിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ പഴക്കമേറിയ വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ പെനിസുലാർ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ പെനിസുലാർ പീഠഭൂമി. ഇതിന് ത്രികോണാകൃതിയാണുള്ളത്. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം. ഇന്ത്യ മുഴുവൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 32,18,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണമെങ്കിൽ അതിൽ 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഉപദ്വീപീയ പീഠഭൂമിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്റർ ഉയരത്തിലാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമികൾ സ്ഥിതി ചെയ്യുന്നത്. അതായത് സെൻട്രൽ ഹൈലാൻഡ് 900 മീറ്ററും ഡെക്കാൻ പ്ലാറ്റ്യൂ 600 മീറ്ററും ഉയരത്തിലാണുള്ളത്. ഉപദ്വീപീയ നദികൾ അധികവും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. എന്നാൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. ഭൂമിയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭൂരൂപങ്ങളിൽ ഒന്നാണ് പെനിസുലാർ പീഠഭൂമി അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി. അപ്പൊ ഭൂമിയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് പീഠഭൂമി. പെനിസുലാർ പീഠഭൂമി അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി കാണിച്ചിരിക്കുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി. അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, സെൻട്രൽ ഹൈലാൻഡും ഡെക്കാൻ പ്ലാറ്റ്യൂ. അപ്പൊ സെൻട്രൽ ഹൈലാൻഡ് ഇതാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ. ഡെക്കാൻ പീഠഭൂമിയും സെൻട്രൽ ഹൈലാൻഡും. അപ്പൊ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റേൺ ഗാഡ്സ് ആണ്, പശ്ചിമഘട്ടം. കിഴക്ക് ഭാഗത്ത് ഈസ്റ്റേൺ ഗാഡ്സ്, പൂർവഘട്ടം. ഇവിടെ അറബിക്കടലാണ്. അപ്പം നമുക്കിതിനെ പറ്റി വിശദമായി നോക്കാം. രണ്ട് പ്രധാന ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സെൻട്രൽ ഹൈലാൻഡ്, മധ്യ ഉന്നത ഭൂമി. ഇത് നർമ്മദാ നദിയുടെ വടക്കാണ്. മാൾവ പീഠഭൂമി, സുന്ദേൽഘട്ട്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നിവയൊക്കെ സെൻട്രൽ ഹൈലാൻഡിലാണുള്ളത്. അപ്പൊ സെൻട്രൽ ഹൈലാൻഡില് ഏതൊക്കെ പീഠഭൂമി ഉണ്ട്? സെൻട്രൽ ഹൈലാൻഡിൽ മാൾവ ഉണ്ട്, ബുന്ദേൽഘട്ട് ഉണ്ട്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഉണ്ട്. ഇനി ഡെക്കാൻ ഉപദ്വീപിലാണ് ഡെക്കാൻ പീഠഭൂമി. അത് നർമ്മദാ നദിക്ക് തെക്കാണ്. ത്രികോണാകൃതിയാണ് ഇതിനുള്ളത്. ഇതിന്റെ വടക്ക് വിന്ധ്യ സത്പുര പർവ്വതനിരകളും അതിന്റെ വശങ്ങളിൽ പടിഞ്ഞാറൻ കിഴക്കൻ അതായത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി വിശദമായി നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. സമുദ്രനിരപ്പിൽ നിന്ന് 600 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. സമുദ്രനിരപ്പിൽ നിന്ന് 600 മീറ്റർ ഉയരത്തിൽ. അതിരുകള് വടക്ക് വിന്ധ്യ സത്പുര നിരകൾ, പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവഘട്ടം എന്നിവയാണ് ഇതിന്റെ അതിരുകൾ. ഇന്ത്യൻ ഉപദ്വീപ് ഡെക്കാൻ ഉപദ്വീപിലാണ് ഡെക്കാൻ പീഠഭൂമി ഉള്ളത്. അപ്പൊ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉപദ്വീപാണ് ഡെക്കാൻ ഉപദ്വീപ്. അപ്പം ദക്ഷിണ മധ്യ ഇന്ത്യയുടെ വലിയൊരു ഭാഗവും ഡെക്കാൻ ഉപദ്വീപാണ്
ഉള്ളത് പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് ബംഗാൾ ഉൾക്കടലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവുമാണ് ഡെക്കാൻ പീഠഭൂമിയിൽ അല്ലെങ്കിൽ ഡെക്കാൻ ഉപദ്വീപിലുള്ളത്. നമുക്കത് മാപ്പിന്റെ സഹായത്തോടു കൂടി നോക്കാം. ചിത്രം നോക്കാം. ഇതാണ് ഡെക്കാൻ ഉപദ്വീപ്. ഇവിടെയാണ് ഡെക്കാൻ പീഠഭൂമി. വടക്ക് വിന്ധ്യ സത്പുര റേഞ്ച്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വടക്ക് വിന്ധ്യ ഡെക്കാൻ ഉപദ്വീപ് ഇതാണ്. ഡെക്കാൻ പീഠഭൂമി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് വിന്ധ്യ സത്പുര റേഞ്ച്. വടക്ക് വിന്ധ്യ സത്പുര, കിഴക്ക് ഈ ഭാഗം, കിഴക്ക് പശ്ചിമഘട്ടം, ഇവിടെ പശ്ചിമഘട്ടം, കിഴക്കല്ല പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവഘട്ടം, പിന്നെ ഇവിടെ അറബിക്കടല്, കിഴക്ക് ബംഗാൾ ഉൾക്കടല്, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഇതാണ് നമ്മുടെ ഏത് പീഠഭൂമി? ഡെക്കാൻ പീഠഭൂമി. പിന്നെ മുകളിലാണ് സെൻട്രൽ ഹൈലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയറാക്കി പറഞ്ഞു തരാം. ഇതാണ് ഡെക്കാൻ പീഠഭൂമി. ഇപ്പൊ ഡെക്കാൻ പീഠഭൂമി ഇത് സെൻട്രൽ ഹൈലാൻഡ് ആണ്. ഇപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്ത് വിന്ധ്യ സത്പുര, കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റേൺ ഗാഡ്സ്, കിഴക്ക് ഭാഗത്ത് ഈസ്റ്റേൺ ഗാഡ്സ്, ഇത് പശ്ചിമഘട്ടം, പൂർവഘട്ടം, അറബിക്കടല്, ബംഗാൾ ഉൾക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ നർമ്മദ വരും. നർമ്മദയുടെ തെക്ക് ഭാഗത്ത് ഡെക്കാൻ പീഠഭൂമിയും, ഡെക്കാൻ ഉപദ്വീപിലാണ് ഡെക്കാൻ പീഠഭൂമി. വടക്ക് ഭാഗത്ത് സെൻട്രൽ ഹൈലാൻഡുമാണ് സ്ഥിതി ചെയ്യുന്നത്. അത് നോക്കുക. നർമ്മദ റിവർ, ഇതാണ് ഡെക്കാൻ പീഠഭൂമി. ത്രികോണാകൃതിയുള്ള പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഇതാണ് നർമ്മദ. ഇതിന്റെ വടക്ക് ഭാഗത്ത് സെൻട്രൽ ഹൈലാൻഡും തെക്ക് ഭാഗത്ത് ഡെക്കാൻ പ്ലാറ്റ്യൂ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലൂടെ ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലൂടെ ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നർമ്മദ, ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി എന്നിവയാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. മഹാനദി, ഗോദാവരി, കാവേരി, നർമ്മദ, താപ്തി. അപ്പൊ ഇതൊക്കെയാണ് നർമ്മദ, താപ്തി. ഇതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മഹാനദി, ഗോദാവരി, കാവേരി. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നർമ്മദയും താപ്തിയുമാണ്. ശരിക്കും ഉപദ്വീപീയ നദികൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഒഴുകേണ്ടത്. ചരിവുള്ളത് കൊണ്ടേ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുക. പക്ഷെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയുണ്ട്, നർമ്മദയും താപ്തിയും. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ബംഗാൾ ഉൾക്കടലിലും, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ അറബിക്കടലിലുമാണ് പതിക്കുന്നത്. നമുക്ക് ആലോചിച്ചറിയാം. കിഴക്കോട്ട് ഒഴുകുന്നത് ബംഗാൾ ഉൾക്കടലിലായിരിക്കും പതിക്കുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നർമ്മദയും താപ്തിയും അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കിഴക്കൻ തീരത്ത് ഒരു ഡെൽറ്റ രൂപീകരിക്കുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഡെൽറ്റ രൂപീകരിക്കുന്നില്ല, മറിച്ച് അഴിമുഖങ്ങളാണ് രൂപീകരിക്കുന്നത്. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികൾക്ക് നല്ലപോലെ പോഷക നദികളുണ്ട്. എന്നാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾക്ക് വികസിതമായ ഒരു പോഷക നദീ സംവിധാനം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത് അപ്ലോഡ് ചെയ്യും. നമ്മൾ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ PSC വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. താങ്ക്